നമസ്കാരം സഹൃദയരെ, ഞാൻ ജയശങ്കർ പ്രസാദ്. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ ശിവനെയാണ് പൂജിക്കാറ്, അല്ലെങ്കിൽ ശിവൻ്റെ അമ്പലത്തിലാണ് പോയി തൊഴാറ്. ചിലർ പറയും ഞാൻ ഗണപതിയാണ് ആരാധിക്കാറ്. ചിലർ പറയും വിഷ്ണുവാണ് കൂടുതൽ പവർഫുൾ, ഞാൻ വിഷ്ണു ഭക്തനാണ്. ഇങ്ങനെ പറയുന്നത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ? ശരിക്കും ഇതെല്ലാം ഒന്നാണ് എന്നും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ് ശരി? നമുക്കങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും. ചിലർ പറയും ഭദ്രകാളിയാണ് പൂജിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ശരിക്കും ആഗമങ്ങളിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കണ്ടേ? ശ്രീശേഷ ശേഷഹരി സുംഭജിത അംബികേയ വിഘ്നേശ ഭൂതപതി നാമ വിഭിന്ന ഭൂമ്ന പക്ഷേ പരസ്യ പുരുഷസ്യ സമാനരൂപമർച്ചാവിധിം സഹ പൃഥക്ച വിശേഷയുക്തം എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? ആ പരമമായിട്ടുള്ള പുരുഷൻ്റെ, വിരാട് പുരുഷൻ്റെ, ആ ഈശ്വര ചൈതന്യത്തിൻ്റെ വിഭിന്നങ്ങളായിട്ടുള്ള പേരുകളാണ് അല്ലെങ്കിൽ രൂപങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞവരൊക്കെ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ആരൊക്കെയാണ്? ശ്രീശേഷ ശേഷഹരി സുംഭജിത അംബികേയ വിഘ്നേശ ഭൂതപതി. ശ്രീശൻ വിഷ്ണു, ഈശൻ ശിവൻ, ഈശഹരി ശങ്കരനാരായണൻ, സുംഭജിത്ത് ദുർഗ, അംബികേയൻ സുബ്രഹ്മണ്യൻ, വിഘ്നേശൻ ഗണപതി, ഭൂതപതി ശാസ്താവ്. ഇതെല്ലാം തന്നെ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ പരമമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളും നാമങ്ങളും മാത്രമാണ്. ഇതെല്ലാം ഈശ്വരൻ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും.